എടോ, നീ ഇവിടെ? ഞാൻ വരുമെന്ന് പറഞ്ഞത് വെറുതെ ആണെന്ന് കരുതിയോ നീ? ഇല്ല. അല്ല, എന്താ നേരിട്ട് പറയാണ്ടെന്ന് പറഞ്ഞത്? ഞാൻ മാത്രല്ല, ഗായവും ഉണ്ട്. അവളിവിടെ വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. അവള് സർജറി കഴിഞ്ഞു. അത് സക്സസ് ആയി. നിങ്ങളെ പഠിത്തം കഴിഞ്ഞാൽ അങ്കിളെല്ലാം പബ്ലിഷ് ആക്കുമെന്നാ പറഞ്ഞത്. പപ്പയും മമ്മിയും വന്നിട്ടുണ്ടോ? അവരും ഉണ്ട്. എനിക്കൊന്ന് അവരെ കാണണം. അത് ഗൗരി ഇപ്പോ വേണ്ട. നീ എന്താ പറഞ്ഞു തരുന്നെന്ന് എനിക്ക് മനസ്സിലായി. നീ ആരാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഇല്ല, ഹർഷേട്ടനും ശ്യാമനും മാത്രമേ അറിയൂ. ഓ, നീ ഇവിടെ നിൽക്കാണോ? ഞാൻ ഇവിടെയൊക്കെ തെരഞ്ഞു. അല്ല, ഇതാരാ? ഹായ്, ഐ ആം ആരോ. ആരോ? ദിസ് ഈസ് മൈ ബോയ്ഫ്രണ്ട് ജിതിൻ. നിന്റെ ബോയ് ഫ്രണ്ട് ആണോ? അതെല്ലോ. എന്തായാലും ആരോ, നമുക്ക് പിന്നെ കാണാം. ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്. എന്നാലും എന്തായിരിക്കും അവളെ രഹസ്യം? അവൾ എന്തൊക്കെയോ മറക്കുന്നുണ്ട്. അവളെ കൂട്ടിന് ആ ശ്യാമോ ഹർഷനും ഉണ്ട്. അതെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? എന്തു അവനൊരു ഗായകനെ കുറിച്ച് പറയുന്നത് കേട്ടില്ലേ? അവൾ ആരാണെന്ന് കണ്ടുപിടിച്ച ഗൗരിക്ക് നമുക്കൊരു പണി കൊടുക്കാം. നീ എന്താ പറഞ്ഞു തരുന്നേ? അവര് സംസാരിച്ചത് കേട്ടില്ലേ നീ? ഈ ഗായുവിന് ഗൗരിയെ ഇഷ്ടമല്ല എന്നാ തോന്നുന്നു. സോ അവളോട് ഹെൽപ്പ് ചോദിച്ചാൽ നമുക്ക് ഗൗരിക്ക് നല്ലൊരു പണി തന്നെ കൊടുക്കാം. അത് നീ പറഞ്ഞത് ശരിയാ. സോ ആദ്യം നമുക്ക് ഈ പോയ ആരവിന്റെ ഡീറ്റെയിൽസ് എടുക്കണം. അവന്റെ പിന്നാലെ പോയ ഈ ഗായുവിനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്നാ എനിക്ക് തോന്നുന്നു. അല്ല ഗൗരി, നീ ഇതെങ്ങോട്ടാ പെട്ടെന്ന് പോയത്? അവളെ ഒരു ഫ്രണ്ട് വന്നിരുന്നു, അവനോട് സംസാരിച്ച് നിൽക്കുകയായിരുന്നു. അതാരാ ഗൗരി? ഞങ്ങളറിയാത്ത ഫ്രണ്ട്? ആരാണെന്നാ പേര് പറഞ്ഞത്. എന്റെ പരിചയത്തിൽ നിനക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ലല്ലോ. ഓ, അത് പപ്പയുടെ ഫ്രണ്ടിന്റെ മോനാണ്. നിനക്കറിയാൻ വയ്യില്ല, അവൻ UK-യിലായിരുന്നു. ഇവിടെ ഇതാരോടാ സംസാരിക്കുന്നേ? ജീന, ഇതാരാ? ഓ, ഇതെന്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ UK-യിൽ ഒരുമിച്ചായിരുന്നു. ഹായ്, ഐ ആം ലീസ. എന്തായാലും ഗൈസ്, നമുക്ക് പിന്നീട് പരിചയപ്പെടാം. കുറച്ച് തിരക്കുണ്ട്. എന്തായാലും നീ പെട്ടെന്ന് പോന്നേ? എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ട്. അവൻ പോകുന്നതിന് മുമ്പ് അവനെ കാണണം, അതാ. ശരി. പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞല്ലോ, എന്നാ നമുക്കങ്ങ് പോയാലോ? ഹലോ പപ്പ. എന്താ നീ വിളിച്ചത്? നിങ്ങൾ ഇവിടെ എത്തിയല്ലേ? എന്താ എന്നോട് പറയുന്നത്? ഗായു പറഞ്ഞിട്ടാണ് നിന്നോട് പറയാതിരുന്നത്. ഞാൻ പിന്നെ വിളിക്കാം, കുറച്ച് തിരക്കുണ്ട്. നീ എങ്ങോട്ടാ പറയാതെ പോയത്? ഗൗരിയെ കാണാൻ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവളെ കാണാൻ പോകരുതെന്ന്? എനിക്ക് അവളെ ഇഷ്ടമല്ലാന്ന് നിനക്കറിയാലോ. വെറുക്കാൻ മാത്രം അവൾ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തോ? എന്താ അവള് ചെയ്തതൊന്നും നിനക്ക് ഓർമ്മയില്ലേ? അവൾ ഒന്നും ചെയ്തിട്ടില്ല. അവളുടെ ജീവിതം ഒരു പരാതിയില്ലാതെ ജീവിച്ചു. അവൾക്ക് എന്തിഷ്ടാന്നറിയോ നിന്നെ? സത്യം തിരിച്ചറിയുമ്പോ നീ തന്നെ എല്ലാം ഓർത്ത് കരയും. അവളുടെ സൽസ്വഭാവം പറയാനാണ് നീ വന്നതെങ്കിൽ നിനക്ക് പോവാം. ഗൗരി, എന്താ? നീ എന്തെടുക്കുക? കണ്ടിട്ട് എന്ത് തോന്നുന്നു? അതെ, കണ്ടിട്ട് എന്ത് തോന്നുന്നു? നീ എന്താ ഇവിടെ? ഏയ്, ഞാൻ ചുമ്മാ.
ഇതുവഴി പോയപ്പോ നെറ്റി നോക്കിയെന്നേ ഉള്ളൂ. ഞാൻ പോയേക്കാം. ബൈ ദ ബൈ ഗൈസ്. എസ്കേപ്പ്. ഇല്ലേ തടി കേടാവും. ഇനി പറ മിസ്റ്റർ ജിതിൻ കൃഷ്ണ എന്താ കിച്ചണില്? നിന്നെ കാണാൻ. എന്നെ കണ്ടില്ലേ? ഇനി പൊക്കോ. ഞാൻ പോണോ? പോണം. എന്തേലും തന്നാ പോവാം. ഞാൻ തരുന്നില്ല. നീ തരണ്ടെന്നേ, ഞാൻ എടുത്തോളാം. എന്നാലും അകത്തെന്താവും? ഒന്ന് പോയി നോക്കാം. ആ കടുവ കണ്ടാ തീർന്നു. Wow, what a kite. Oh good, അഖിലല്ലേ ആ വരുന്നത്? അതെ, എങ്ങോട്ടാ പോകുന്നേ? ഞാൻ വെള്ളം കുടിക്കാൻ. ഇപ്പൊ പോവണ്ട. അതെന്താ ഞാൻ പോയാല്? പോവണ്ട എന്ന് പറഞ്ഞാൽ പോവണ്ട. ഒന്ന് പോയേ, ഞാൻ പോട്ടെ. ശബാഷ്, ഇനി ഞാൻ ഇവിടെ നിൽക്കണില്ല. ബൈ ഗൈസ്. ഗൗരി കുറച്ച് സോറി ഗൈസ്, യു കണ്ടിന്യൂ. നാണക്കേട്. അഖിലേ, നീ ഏട്ടനെ കണ്ടോ? അവൻ കിച്ചണിലുണ്ട്. ഓ, എന്നാ ഞാൻ ഏട്ടനെ കണ്ടേച്ചും വരാം. നീ ഇപ്പൊ പോവണ്ട. അതെന്താ? നിന്റെ ചേട്ടൻ ഗൗരിക്ക് പൊപ്പ കൊടുക്കാൻ. അതെന്തോന്ന് സാധനം? അത് ഞാൻ നിനക്ക് പിന്നീട് പറഞ്ഞുതരാം. നീ വന്നേ. ഡി ജീന, നീ ഇതെന്താ ആലോചിച്ചിരിക്കുന്നേ? അതെ, ഈ പൊപ്പ എന്താ സാധനം? അതെന്തിനാ നിനക്ക്? ചേട്ടൻ ഗൗരിക്ക് കൊടുത്തെന്ന് അഖില് പറഞ്ഞു. സോ എനിക്കും വേണം. ഏയ്, അവള് ചുമ്മാ പറയുന്നതാ. ആരാ വെറുതെ പറയുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. തീ പുല്ലേ, എന്തൊക്കെയാടി നീ അവിടെ നിന്ന് പറഞ്ഞത്? എന്ത്? ഈ പൊപ്പ എന്താ എന്ന് മാത്രല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഇപ്പൊ മനസ്സിലായോ? ഇതാണ് പൊപ്പോ. അയ്യേ, നാണക്കേട്. ഞാൻ ഇതാണോ അവളോട് ചോദിച്ചേ? ജിതിനേട്ടനെന്താ ഇവിടെ? ഹർഷൻ പൂജയെ കൂട്ടി പോകുന്നേ കണ്ടു. പിന്നെ ജീന, അവൾ അഖിലിന്റെ അടുത്താ. സോ നിന്റെ അടുത്തേക്ക് വന്നതാ. എന്താ വന്നേ? നല്ല തലവേദന. നീ ഒന്ന് തല മസാജ് ചെയ്ത് തന്നെ. കടുവേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ഗൗരി? നിനക്ക് എന്താ എന്നെ ഇഷ്ടായത്? എന്താണെന്ന് എനിക്കറിയില്ല. കാരണം നിന്നെ കാണുന്നതിന് മുമ്പേ എനിക്കിഷ്ടായിരുന്നു. അതെങ്ങനെ? അതിന് കാരണം ഹർഷന. അവനെപ്പോഴും അവന്റെ മേലുംകുഞ്ഞിനെ കുറിച്ച് പറയാനേ നേരുള്ളൂ. ഒടുവിൽ പറഞ്ഞ് ഈ മനസ്സിനും ആ മേലുംകുഞ്ഞിന് സ്ഥാനം പിടിച്ചു. ഓഹോ, അപ്പൊ ഇതിനിടയിൽ ഇങ്ങനെയൊരു കഥയുണ്ടോ? ജിതിനെന്താ ഇവിടെ? ഞാൻ ചുമ്മാ അവൾ ഒറ്റയ്ക്കായതുകൊണ്ട്. എന്നാലേ ഈ രാത്രി വരുത്ത് വേണ്ടെന്നേ. ഓ ആയിക്കോട്ടെ, എന്നാ പിന്നെ ഞാൻ പോട്ടെ. ചെല്ല് ചെല്ല്. ഗൗരി, നാളെ പപ്പയും മമ്മിയും വരുന്നുണ്ട്. അവരെന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളെ കാണാൻ തന്നെയാ. പിന്നെ ചെറിയ മമ്മിയും ചെറിയ പപ്പയും ഉണ്ടാവും. നീ ഹർഷേട്ടനോട് പറഞ്ഞു?
അത് ഞാൻ പറഞ്ഞു. എന്തായാലും നീ കിടന്നോ. ഗുഡ് നൈറ്റ്. എന്റെ ഗൗരി, ഇന്ന് സൺഡേ അല്ലേ, പിന്നെന്തിനാ നേരത്തെ കിച്ചണിൽ കയറിയേ? അത് ഹർഷേട്ടന്റെ ശ്യാമിന്റെ പേരൻസ് വെക്കുന്നുണ്ട്, അതാ. എന്തായാലും ഞാനും കൂടാ. അതെ, റൊമാൻസ് പിന്നെയാ. ഇപ്പൊ ഫുഡ് ഉണ്ടാക്കാം. മിക്കവാറും ഇവന്റെ കഞ്ഞിയിലെ പാറ്റ ഈ ഞാൻ തന്നെ ആയിരിക്കും. അവര് വന്നെന്നാ തോന്നുന്നേ. ഞാൻ പോയി തുറക്കാം. ഓ, നീയാണോ തുറന്നേ? ഞാൻ വിചാരിച്ചു ഗൗരിയാണെന്ന്. മാറി നിക്ക് ചക്ക, ഞാൻ എന്റെ മോളെ കാണട്ടെ. അതെ, എനിക്കൊരു ഡൗട്ട്. നിങ്ങളുടെ മകനായ എന്നെ കാണാൻ വന്നതാണോ അതോ ഗൗരിയെ കാണാൻ വന്നതാണോ? സംശയം എന്ത്? ഗൗരി മോളെ കാണാൻ. വൗ, വാട്ട് എ വണ്ടർഫുൾ പേരൻസ്. മാറി നിക്ക് ചക്ക, ഞാൻ പോയി എന്റെ മോളെ കാണട്ടെ. അയ്യോ, ഞങ്ങൾ ബുദ്ധിമുട്ടാക്കുന്നില്ല. ശ്യാമേ, നീ വന്നേ, നമുക്ക് പോവാം. അല്ല, മുയിലും കുഞ്ഞാണോ കുക്കിങ്? ശരിയാ മമ്മ? അതെ, അവള് മാത്രല്ല ഞാനും ഉണ്ട്. വലിയ മമ്മ? അല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് വരില്ലല്ലോ. എവിടെ നിങ്ങളുടെ വാലുകൾ? ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയോ? അയ്യോ, അത് മറന്നല്ലോ. എന്നാ എന്നോട് മിണ്ടണ്ട. നീ പറഞ്ഞെന്തേലും ഞങ്ങൾ വാങ്ങാതെ നിൽക്കൂ. ഇതാ നിന്റെ ബനാന മിൽക്ക്. അതെ പപ്പ, ഞങ്ങൾക്ക് വല്ലതും വാങ്ങിയോ? നിങ്ങള് പറഞ്ഞ സാധനവും ഉണ്ട്. ഹൗ ഹർഷ, ഗൗരി എന്താടാ അവിടെ വലിയ പപ്പ ചെറിയ പപ്പ എന്നൊക്കെ വിളിക്കുന്നേ? ജിത്തു, അത് അവളെ പാരൻസ് എപ്പോഴും പുറത്തായിരിക്കും, നാട്ടിൽ ഉണ്ടാവാറ് പോലുമില്ല. ആ ടൈം ഗൗരി വിഷമിക്കാതിരിക്കാൻ എന്റെ പപ്പ പറഞ്ഞതാ അവളോട് പപ്പ എന്ന് വിളിക്കാൻ. അന്നു മുതൽ അവൾ അങ്ങനെയാ വിളിക്കുന്നത്. എന്തായാലും ഇന്ന് എന്റെ ഏട്ടന് അവളെ നോക്കിയിരിക്കാൻ മാത്രമേ പറ്റൂ. ഗൈസ്, ഫൈനലി വി ഗെറ്റ് ദ ഡീറ്റെയിൽസ്. ബട്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ആ ഗായുവിന്റെ ലൊക്കേഷൻ കിട്ടിയില്ല. ആ ആരവിന്റെയാണ് കിട്ടിയത്. അത് സാരമില്ല, ചിലപ്പോ അവൾ അവന്റെ കൂടെ ആണെങ്കിലോ. സോ നമുക്കൊന്ന് പോയി നോക്കാം. ഹേ ഗായു, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. അതിന് എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ. ഞങ്ങളെ നിനക്കറിയില്ല, ബട്ട് ഞങ്ങൾ ഗൗരി പഠിക്കുന്ന കോളേജിൽ നിന്ന് വരും. മാത്രല്ല, ആരോം ഗൗരിയും തമ്മിൽ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിരുന്നു. ഓഹോ, അപ്പൊ അവൾക്ക് വക്കാലത്ത് പറയാൻ വന്നതാണ്? ഒരിക്കലുമില്ല. ആരവിന്റെയും ഗൗരിയുടെയും സംസാരത്തിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്, തനിക്ക് ഗൗരിയെ ഇഷ്ടമല്ല എന്ന്. സോ ശത്രുവിന്റെ ശത്രു മിത്രമെന്നാണല്ലോ പറയാറ്. സോ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അവൾക്കൊരു പണി എന്തായാലും കൊടുക്കണം, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തത്. സോ താൻ കൂടെ ഉണ്ടായ നിനക്ക് നിന്റെയും പ്രതികാരം വീട്ടാം. ഞാൻ ഓക്കെയാണ്, ബട്ട് വൺ കണ്ടീഷൻ. എന്റെ കണ്ടീഷൻ എന്താ? ഈ കാര്യം എന്റെ ബോയ്ഫ്രണ്ട് അറിയാൻ പാടില്ല. ഞങ്ങൾക്കതിന് ഓക്കെയാണ്. പിന്നെ അവൾക്കുള്ള പണി അത് പെട്ടെന്ന് കൊടുത്ത പ്രശ്നമാണ്. എല്ലാം ആലോചിച്ച് പതിയെ ചെയ്യണം. സോ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കരുത്. എനിക്ക് ഓക്കെയാണ്. ഇപ്പൊ അവളെ പിന്നാലെ പോകണ്ട, അവള് സന്തോഷിക്കട്ടെ. ഒടുവിൽ ആ സന്തോഷത്തിന്റെ പീക്കിലെത്തുമ്പോ നമുക്ക് അവളെ ഇരുട്ടിലാക്കാം.
പൂജ, എന്താ ഹർഷേട്ടാ? പപ്പയും അമ്മയും വന്നുകൊണ്ട് നിനക്ക് എന്നോട് സംസാരിക്കാൻ പറ്റിയില്ല. സോറി. എന്നോട് അതിനെന്തിനാ സോറി പറയുന്നേ? ഹർഷേട്ടന്റെ പേരൻസ് അല്ലേ? അപ്പോ നിനക്ക് എന്നോട് ദേഷ്യമില്ലേ? ഇല്ലെന്നേ. സത്യായിട്ടും? അതേലോ ഹർഷേട്ടാ. എന്നാ എനിക്കൊരു പൊപ്പോ തരൂ. അത് ഞാൻ തന്നാ മതിയോ മോനെ? ഓ, പപ്പയോ? പപ്പ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ച് കൊല്ലായി. ഗൗരി എല്ലാം എന്നോട് പറഞ്ഞു. നിനക്ക് ഇവിടെ കിട്ടണമെങ്കിൽ നീ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം. എന്നാലും എന്റെ മോളെ, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ പ്രേമിക്കാൻ? മമ്മ, എങ്ങനെ പോകുന്നു നിന്റെ ക്ലാസ്? കുഴപ്പമില്ല പപ്പ. നിന്റെ ഈ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ജോബും ഈ കോളേജ് ലൈഫും നീ എങ്ങനെ മാനേജ് ചെയ്യുന്നു? എന്റെ മിഷൻ തന്നെ കോളേജിലല്ലേ. ഗൗരി സേഫ് അല്ലേ? അവൾ ആരാന്ന് ആർക്കും അറിയില്ലല്ലോ. ഇല്ല, അവളെ ഫ്രണ്ടായ പൂജയ്ക്ക് പോലും അറിയില്ല അവൾ ആരാന്ന്. പിന്നെ ഗൗരിയുടെ സീക്രട്ട്, അതിന്റെ ടേണിംഗ് പോയിന്റിലെത്താൻ ഇനി വൈകില്ല. ഞങ്ങൾ അടുത്തെത്തി കഴിഞ്ഞു. അതെ, നിങ്ങൾ കോളേജിൽ പോയി വരുമ്പോഴേക്കും ഞങ്ങളങ്ങ് പോവും. ഇനി എപ്പോഴാ നിങ്ങള് ഇങ്ങോട്ടൊക്കെ വരുന്നേ? ഞങ്ങള് തന്നെ വരണമെന്നില്ല, നിങ്ങൾക്കും വരാം. എന്നാ ഈ തവണ വെക്കേഷന് നിങ്ങൾ അങ്ങോട്ട് വാ. അത് പറ്റില്ല, ഈ വെക്കേഷന് ഞങ്ങൾക്ക് കുറച്ച് പ്ലാൻ ഉള്ളതാ. ശരി ശരി, എന്തായാലും നിങ്ങൾക്ക് പറ്റുന്ന ടൈം നോക്കി വാ. ഇറങ്ങാൻ നോക്ക്, ടൈമായി. ഗൈസ്, നിങ്ങൾ ചെല്ല്, ഞാൻ വരാം. ശരി ശരി, ഞങ്ങള് പുറത്ത് കാണും. മേ ഐ? ഓ ശ്യാം, എന്താ വന്നത്? സർ, ഐ നീഡ് യുവർ ഹെൽപ്പ്. എന്താ? താൻ പറഞ്ഞു. ഇവരുടെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. ഓഫ് കോഴ്സ്, ഞാൻ ഇന്ന് തന്നെ എടുത്തുതരാം. താങ്ക് യു സർ. അല്ല, തനിക്കെന്തിനാ ഇവരുടെ ഡീറ്റെയിൽസ്? ഈ നാട്ടിൽ ഡ്രഗ് സപ്ലൈ ചെയ്യുന്ന മെയിൻ ആൾക്കാരാണിവർ. ഓക്കെ സാർ, ഇത് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ഐ നോ ശ്യാം, ഞാനിത് കോൺഫിഡൻഷ്യലായി തന്നെ വെക്കും.